ചില്ലി ജാസ്മിനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അതാത് മാസങ്ങളിൽ വളരുന്ന അല്ലെങ്കിൽ ആ സമയത്ത് നന്നായി വിളവ് തരുന്ന പച്ചക്കറി ചെടികൾ ഏതാണെന്ന് മനസ്സിലാക്കി നമ്മൾ നട്ടുപിടിപ്പിക്കുവാണെങ്കിൽ നമുക്ക് നന്നായിട്ട് വിളവ് കിട്ടുകയും നമ്മുടെ വീട്ടിലെ അത്യാവശ്യം കാര്യങ്ങൾക്കുള്ള പച്ചക്കറികളൊക്കെ എങ്കിലും നമുക്ക് നമ്മുടെ തോട്ടത്തിൽ നിന്ന് വിളവെടുക്കാനായിട്ടും സാധിക്കും. അപ്പോൾ ഡിസംബർ മാസത്തിൽ നമ്മൾ അതേപോലെ നന്നായി വളരുകയും നന്നായി വിളവ് തരികയും ചെയ്യുന്ന പച്ചക്കറികൾ ഏതൊക്കെയാണ് എന്നതിനെക്കുറിച്ചുള്ളതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. മഞ്ഞ് നന്നായി കിട്ടുന്ന ഒരു സമയമാണ്. ഒക്ടോബർ മാസം മുതൽ ഒരു ഫെബ്രുവരിയുടെ ഒരു പകുതി സമയം വരെയൊക്കെ നമുക്ക് വലിയ കുഴപ്പമില്ലാതെ മഞ്ഞ് കിട്ടും. ആ സമയത്താണ് കേരളത്തിലെ എല്ലാവർക്കും ഒരേപോലെ ശീതകാല പച്ചക്കറികൾ നട്ടുവളർത്താൻ പറ്റുന്നത്. ശീതകാല പച്ചക്കറി എന്ന് പറഞ്ഞാൽ കാബേജ്, കോളിഫ്ലവർ, ലെറ്റ്യൂസ്, അതുപോലെ ക്യാരറ്റ്, ബീട്രൂട്ട് അങ്ങനെയുള്ളതെല്ലാം ശീതകാല പച്ചക്കറിയുടെ വിഭാഗത്തിൽ വരുന്നതാണ്. അങ്ങനെയുള്ളവയുടെ എല്ലാം വിത്തുകൾ നമ്മളുടെ അടുത്തുണ്ട്. വിത്ത് കിട്ടാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ നമുക്കൊരു വാട്സാപ്പ് നമ്പർ ഞാൻ തരുന്നതിനകത്ത് ഒരു മെസ്സേജ് ഇട്ടാൽ മതിയേ. അപ്പം ഈ ശീതകാല പച്ചക്കറികൾ മാത്രമല്ല, നമുക്ക് ഏകദേശം ഒരു അടുക്കളത്തോട്ടത്തിൽ നട്ട് വളർത്താൻ പറ്റുന്ന എല്ലാ ഇനം വിത്തുകളും നമ്മളുടെ അടുത്തുണ്ട്. ആവശ്യമുള്ളവർക്ക് കോണ്ടാക്ട് ചെയ്യാം. അപ്പോൾ ശീതകാല പച്ചക്കറികൾ എന്ന് പറഞ്ഞാൽ ക്യാരറ്റ്, ബീട്രൂട്ട് പോലെയുള്ളവരെ നമ്മൾ നേരിട്ട് എവിടെയാണോ വളർത്തുന്നത് അവിടേക്ക് പാകി വെക്കുന്നതാണ് നല്ലത്. നമ്മളിവിടെ ക്യാരറ്റ് ആയാലും ബീട്രൂട്ട് ആയാലും പാകി മുളപ്പിച്ച് നോക്കിയിട്ടുള്ളതാണ്. നിങ്ങൾക്ക് വിശ്വസിച്ച് വാങ്ങിക്കാം. ക്യാരറ്റ് ആയാലും ബീട്രൂട്ട് ആയാലും ഞാൻ ചെയ്യുന്നതെന്ന് പറയുന്നത് ഒരു രാത്രി മുഴുവനും വെള്ളത്തിലിട്ട് കുതിർത്തതിന് ശേഷം ഒരു തുണിക്കകത്ത് വാരി നമ്മൾ പൊതിഞ്ഞ് കെട്ടി വെക്കുവാണെങ്കിൽ മുളച്ച് കിട്ടും. അല്ലെങ്കിൽ ആ അവസരത്തിൽ നമ്മൾ നേരിട്ട് നമ്മൾ എവിടെയാണോ വളർത്താൻ ഉദ്ദേശിക്കുന്നത് അങ്ങോട്ടേക്ക് പാകി കൊടുത്താലും മതി. അതേപോലെ നമുക്ക് കാബേജ് ആയാലും കോളിഫ്ലവർ ആയാലും ഒക്കെ നമുക്ക് ഇതുപോലെ മുളപ്പിച്ചിട്ട് നമുക്ക് നടാനായിട്ട് പറ്റും. മഴ മാറിയാൽ ഉടനെ ഈ ഡിസംബർ മാസത്തിൽ നമുക്ക് ചെയ്യാനുള്ളതാണ് ചീര നട്ട് വളർത്തുന്നത്. ചീരകളെന്ന് പറഞ്ഞാൽ ചുവന്ന ചീരയുണ്ട്, പച്ച ചീരയുണ്ട്, സുന്ദരി ചീരയുണ്ട്, അതുപോലെ പാലക്ക് ചീരയുണ്ട്, പാൽ ചീരയുണ്ട്, മയിൽപ്പീലി ചീരയുണ്ട്, പല ഇനം ചീരകളുണ്ട്. എല്ലാ ഇനം ചീരകളുടെയും വിത്ത് നമ്മളുടെ കയ്യിലുണ്ട്. നിങ്ങളൊരു പ്രാവശ്യം വാട്സാപ്പ് മെസ്സേജ് ഇട്ടാൽ മതി, നിങ്ങൾക്ക് വീട്ടിലെത്തും. അപ്പം ചീര നമുക്ക് ഈ മഴ പെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ചീര നടണ്ട. ചെയ്യേണ്ട ഇപ്പം മഴക്കാലം പെട്ടെന്ന് തന്നെ മാറും. ഈ ഒരു സാധാരണയായിട്ട് ഒരു ഡിസംബറോട് കൂടിയൊക്കെ മഴ മാറേണ്ടതാണ്, സാധാരണ രീതിയിലാണ്. അപ്പം നമ്മൾ ഇപ്പോഴാണ് ചെയ്യേണ്ടത് എന്നാന്നറിയോ? ചീര വിത്തുകൾ പാകിയിട്ട് മഴവെള്ളം വീഴാത്ത സ്ഥലത്തേക്ക് വെള്ളം തളിച്ചിട്ട് വേണം കേട്ടോ. ചീരവിത്ത് പാകി മുകളിൽ വെള്ളം തളിക്കുക, മഴവെള്ളം വീഴാത്ത സ്ഥലത്തേക്ക് മാറ്റി വെക്കുക. എല്ലാം തന്നെ മുളച്ചു വരും. മുളച്ചൊരു കുറച്ചായി കഴിയുമ്പോൾ ഒരു 2-3-4 ഇല വരെയൊക്കെയുള്ള പരുവത്തിലെത്തുമ്പം മാറ്റി നടാൻ നമുക്ക്. ചീരയ്ക്ക് എപ്പോഴും നല്ല വളർച്ചയും നല്ല വിളവും കിട്ടുന്നത് ചീര മാറ്റി നട്ട് വളർത്തുമ്പോഴാണ്. അപ്പം ചീരവിത്തുകൾ പാകി വെക്കാനായിട്ട് ഒരാളും മറന്നു പോകരുത്. എല്ലാവരും തന്നെ ചീരവിത്ത് പാകി നനയാത്ത സ്ഥലത്ത് വെച്ച് മുളപ്പിച്ചെടുക്കണം. ഈ സമയത്ത് എല്ലാ കാലത്തും നമുക്ക് തക്കാളി വളർത്തി വിളവെടുക്കാൻ പറ്റുമെങ്കിലും ഈ സമയമാണ് തക്കാളി വളർത്താൻ ഏറ്റവും അനുയോജ്യം. ഇപ്പം നിങ്ങൾക്കറിയാം, ഈ നവംബർ, ഡിസംബർ പോലെയുള്ള മാസങ്ങളിൽ തക്കാളി പാകി വളർത്തി പറിച്ചു നട്ട് വളർത്തിയെടുക്കുന്നവർക്ക് നല്ല വളർച്ച കണ്ടോ. ഈ നിൽക്കുന്ന പോലെയുള്ള തക്കാളിക്ക് നല്ല വളർച്ചയും കിട്ടും. പെട്ടെന്ന് പൂകുത്തി കായാകുകയും ചെയ്യുന്ന ഒരു സമയമാണ് ഡിസംബർ. അതുകൊണ്ട് ഒരാളും തക്കാളി വളർത്താൻ മറന്നു പോകരുത്. തക്കാളിയുടെ വിത്തുകൾ കിട്ടുന്നില്ലെങ്കിൽ എനിക്കൊരു വാട്സാപ്പ് മെസ്സേജ് ചെയ്താൽ മതി, നിങ്ങൾക്ക് ഞാൻ തക്കാളിയുടെ വിത്തുകൾ അയച്ചു തരാം. കണ്ടോ തക്കാളി നിൽക്കുന്നത്. ഈ സമയത്ത് നമുക്ക് നട്ടു വളർത്താൻ പറ്റിയ മറ്റ് പച്ചക്കറികളാണ് വെണ്ടയും വഴുതനയും. വഴുതന പലതരത്തിലുള്ള വഴുതനകളുണ്ട്. ഏതിനം വഴുതനയാണ് നമുക്ക് ഇഷ്ടമെങ്കിൽ, ഏത് കളറിലുള്ളതാണ് ഇഷ്ടമെങ്കിൽ, ഏത് ഷേപ്പിലുള്ളതാണ് ഇഷ്ടമെങ്കിൽ അതൊക്കെ നമുക്ക് മാറ്റി മാറ്റി നട്ടുപിടിപ്പിക്കാനായിട്ട് പറ്റും. അതുപോലെ വെണ്ടയായാലും. പിന്നെ ഇത് കണ്ടോ, ഉള്ളിയൊക്കെ നമുക്കിപ്പം നട്ട് വളർത്താൻ പറ്റിയ സമയമാണ്. ഇപ്പം ഈ ഉള്ളിക്ക് വളമിടാറായിട്ടുണ്ട്. നമുക്ക് അടുത്ത ആഴ്ച ഇതിന് വളമിടണം. ഇതുപോലെ കണ്ടോ, ഈ വഴുതനയൊക്കെ ഇങ്ങനെ കിളുത്ത് പൂക്കളൊക്കെ വന്ന് തുടങ്ങി നിൽക്കുന്ന ഒരു സമയമാണ്. നിങ്ങളെ ഞാൻ വേറൊരു സൂത്രം കൂടെ കാണിക്കാവേ. കോട്ടയംകാർക്ക് അത്ര പരിചിതമല്ലാത്ത അല്ലെങ്കിൽ ചൂടുള്ള കാലാവസ്ഥയിൽ അത്ര സൗകര്യമായിട്ട് വളർത്തിയെടുക്കാൻ പറ്റാത്ത ഒരു ചെടിയാണ് ചൗചൗ അല്ലെങ്കിൽ ചയോട്ട എന്ന് പറയുന്നത്. അത് ഞാൻ നിങ്ങളെ ഒരു പ്രാവശ്യം എൻ്റെ പറമ്പിൽ അത് കായ്ച്ചത് പറിച്ചെടുത്ത് ഞാൻ നിങ്ങളെ കാണിച്ചായിരുന്നു. അധികം പേരാരും ആ വീഡിയോ കണ്ടിട്ടില്ല. ഇപ്പം ടെറസയിലും ഞാൻ അതേപോലെ തന്നെ ചയോട്ട വളർത്തി. ഇത് കണ്ടോ, ഒരു കായാകുന്ന ഒരു പൂവാണിത്. അപ്പം കായ്ച്ചു തുടങ്ങിയിട്ടുണ്ട്. ചെറിയ ചെടിയാണ്. ഒരു 2 മാസം പോലും ആയിട്ടില്ല ഞാനത് ഇവിടെ നട്ടുപിടിപ്പിച്ചിട്ട്. പടർന്ന് തുടങ്ങിയ ഉടനെ തന്നെ
കായ്ക്കാനായിട്ട് തുടങ്ങി. കുറച്ചും കൂടെ വലുതാകട്ടെ, ഞാനത് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതുപോലെ ചൗചൗ വളർത്താൻ താല്പര്യമുള്ളവർക്കൊക്കെ ഈ സമയത്ത് ചൗചൗ നട്ട് വളർത്താൻ പറ്റുന്നതാണ്. ആരെങ്കിലും താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ഇത് തന്നെ പ്രത്യേകിച്ച് ഒരു പരിചരണമൊന്നും വേണ്ട. ചുവട് പിടിച്ച് കിട്ടിയ ഇഷ്ടംപോലെ കായ്ച്ചു കിട്ടും. നമുക്ക് വെള്ളരിക്കയ്ക്ക് പകരം എല്ലാ കറികൾക്കകത്തും വെള്ളരിക്കയ്ക്ക് പകരമായി ചേർക്കാം. അതുപോലെ തന്നെ പടവലങ്ങ വെക്കുന്നത് പോലത്തെ തോരനോ മെഴുക്ക് പുരട്ടിയോ ഒക്കെ വെക്കാനായിട്ട് നമുക്ക് ചൗചൗ ഉപയോഗിക്കാനായിട്ട് പറ്റും. വള്ളി വീശി വളരുന്ന പാവല്, പടവലം, മത്ത, കുമ്പളം, വെള്ളരി ഒക്കെ നമുക്ക് നട്ടുപിടിപ്പിക്കാനായിട്ട് പറ്റും. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാവേ. നമ്മളിവിടെ കൊടുക്കുന്ന സാലഡ് കുക്കുംബറിന്റെ വിത്ത് വെറുതെ ഞാൻ നേരിട്ട് പാകിയതാണ്. പാകി മുളപ്പിച്ച് സാധാരണ ചെയ്യുന്ന പോലെ ഒന്നുമല്ല, വെറുതെ കൊണ്ടുവന്ന് ഈ മണ്ണിലേക്ക് ഇട്ടതാണ് സാലഡ് കുക്കുംബർ. ഇത് നമ്മുടെ പടവലം കയറുന്നതാണ്. ഇതേ പയർ കണ്ടോ, വെറുതെ പയറ് ഞാൻ മണ്ണിലേക്ക് നട്ടിരിക്കുന്നതാണ്. അവരെല്ലാം കിളുക്കുന്നുണ്ട്. അതുപോലെ ഇതെന്നാന്നറിയോ, പീച്ചിലിന്റെ വിത്തുകളാണ്. ഇത് അവിടെ ഇവിടെ ഇതിനകത്ത് നട്ടിരുന്ന മറ്റു ചെടികൾ പോയപ്പോൾ ഞാൻ പീച്ചിൽ നട്ടുപിടിപ്പിച്ചിരിക്കുന്നതാണ്. ഈ പയറിന് നമ്മൾ കഴിഞ്ഞ ദിവസം മുഞ്ഞ പിടിച്ചതിന് ഒരു മരുന്ന് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല സൂപ്പർ മരുന്നാണ്. ആരുടെ കൃഷിത്തോട്ടത്തിൽ മുഞ്ഞയുടെ ശല്യം ഉണ്ടെങ്കിലും അത് നിങ്ങൾക്ക് ഉപയോഗിച്ചു നോക്കാം. മുഞ്ഞയൊക്കെ മാറിയപ്പോൾ നന്നായിട്ട് പയർ പിടിക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അത് നമ്മൾ ജൈവ മരുന്നായതുകൊണ്ട് തന്നെ നിങ്ങൾ 1, 2, 3 തവണയല്ല, കൂടുതൽ പ്രാവശ്യങ്ങളിൽ ഉപയോഗിച്ച് വേണം ഈ കീടങ്ങളെ നമുക്ക് ഇതിനകത്ത് നിന്ന് ഇല്ലാതാക്കാൻ. ഒരെണ്ണത്തിന്റെ അംശമെങ്കിലും മിച്ചമുണ്ടെങ്കിൽ, ഇപ്പം മഴയും കിടക്കെയുള്ള സമയമാണല്ലോ, അവർ വീണ്ടും വളർന്ന് പണ്ടത്തേതിനേക്കാൾ കൂടുതലാകും. അതുകൊണ്ട് 1 ദിവസങ്ങൾ ആദ്യം അടുപ്പിച്ച് 3 ദിവസം ചെയ്യുക, പിന്നെ ഒരു 1 ദിവസം ചെയ്യുക. അങ്ങനെ ചെയ്ത് കീടങ്ങളെ ഇല്ലാതാക്കണം. കീടങ്ങൾ ഇല്ലാതായതിനു ശേഷവും നമുക്ക് ആഴ്ചയിൽ 1 ദിവസം വീതം ഇത് ചെയ്യുവാണെങ്കിൽ നമുക്ക് സുന്ദരമായിട്ട് പയറ് വളർത്തിയെടുക്കാം. എനിക്കിവിടെ പയറ് വളർത്തിയെടുക്കാൻ പറ്റുമെങ്കിലും തത്തയുടെ ശല്യം ഭയങ്കരമായിട്ടുണ്ട്. കറി വെക്കാനായിട്ട് കിട്ടുന്നത് കുറവാണ്. ഇതേപോലെ തത്തയുടെ ശല്യം ഇല്ലാത്തവർക്കൊക്കെ നല്ല സൂപ്പറായിട്ട് വളർത്തിയെടുക്കാം. ഇത് കണ്ട നമ്മുടെ മത്തയുടെ വിത്തുകളെ നേരിട്ട് മണ്ണിൽ പാകിയതാണ്. കുതിർത്തിട്ടൊന്നുമല്ല ഞാൻ പാകിയിരിക്കുന്ന, നേരിട്ട് പാകി. പക്ഷെ ഇവിടെ കിളുത്തതിനുണ്ടല്ലോ, കീടങ്ങൾ ശല്യം ചെയ്തു, അതിൻ്റെ ഇലയൊക്കെ കളഞ്ഞു. ഇനി ഇവരെ പേടിക്കണ്ട, അത്യാവശ്യം വളമൊക്കെ ഇട്ട് കൊടുത്താൽ പെട്ടെന്ന് വളർന്ന് കയറിക്കോളും. സമയത്ത് നമുക്ക് നന്നായി വിളവ് തരുന്നവരാണേ. ഇത് കണ്ടോ, വാളമര, അതുപോലെ ചതുരപ്പയറും അങ്ങനെയാണേ. ഒക്ടോബർ കഴിയുന്ന ഒരു സമയം തൊട്ടാണ് നന്നായി പെട്ടെന്നൊരു വളർച്ച അവർക്ക് കിട്ടുന്നത്. ആ വളർച്ചയോടുകൂടി പൂവിടുകയും ചെയ്യും, സ്ഥിരമായിട്ട് കായകൾ കിട്ടുകയും ചെയ്യും. അങ്ങനെ തന്നുകൊണ്ടിരിക്കുന്നതാണ് ഈ ചതുരപ്പയർ എന്ന് പറയുന്നതും അതുപോലെ വാളമരയും. ഇപ്പം ഇതിലാണെ കണ്ട് ഇഷ്ടംപോലെ വാളമരയ്ക്കാൻ നമുക്ക് പറിക്കാനുണ്ട്. അപ്പുറത്തെ സൈഡിലോട്ടും ഒക്കെ ഉണ്ടാകുന്നുണ്ട്, ഇഷ്ടം പോലെ വാളമരയുണ്ട്. ഇത് ഞാനിവിടെ കൊണ്ടുവന്ന് പീച്ചിൽ പാകിയിരിക്കുന്നതാണേ. ഒരു ചെറിയ മണ്ടത്തരമാണ് ശരിക്കും പറഞ്ഞാൽ. ഈ നിൽക്കുന്ന ചേമ്പ് കണ്ടോ, നമ്മളിവിടെ മണ്ണ് വാരി നിറച്ചപ്പം അതിൽ നിന്നുണ്ടായതാണേ. ഇതേ കണ്ടോ, ചേമ്പിൻ്റെ വിത്ത് പോകുന്ന കണ്ടോ, നല്ലോണം ചേമ്പും വിത്ത് ഉണ്ടായിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ അത് തൊല്ലയാകുമെന്ന് എനിക്ക് തോന്നുന്നത്. പക്ഷെ ഇവർക്ക് അധികം വളർച്ചയില്ലല്ലോ ഈ ഇത് കണ്ടോ, ഇത് ചേമ്പാണ്. ഇവിടെ കാണുന്നത് ചേമ്പാണ്. അപ്പുറത്തെ ഇത് കണ്ടോ, ഇവിടെ മുളയ്ക്കുന്ന കണ്ടോ, ഈ ചേമ്പിൻ്റെ അറ്റത്ത് മുള വന്നിട്ടാണത് മുളയ്ക്കുന്നത്. അത് നമ്മുടെ പൊട്ടുവെള്ളരി. പൊട്ടുവെള്ളരി ഇഷ്ടം പോലെ ഉണ്ടാകുന്നുണ്ട് കേട്ടോ. ഇവിടെ ഒരു പേരയ്ക്ക, ഇത് കണ്ടോ, ഇത് തായ്ലാൻഡ് പിങ്കാണേ. നല്ല പാകത്തിനാണ്. പാകം അറിയുന്നത് എങ്ങനെയാണെന്നറിയോ, ഇങ്ങനെ നഖം കൊണ്ട് കുത്തുമ്പോൾ ഇറങ്ങുന്നുണ്ടെങ്കിൽ ഇത് മയവായി വിളഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. കടിച്ചു തിന്നായിരിക്കും. നീ ഒന്ന് കടിച്ചു നോക്കി എന്തിരത്തെ, നല്ലാണോ? നല്ല മധുരമായോ? ആ, സൂപ്പറാ. ഈ പച്ചക്കറികളൊക്കെ ഇപ്പം തന്നെ പാകി വെച്ച് മാറ്റി നട്ട് വളർത്തി തുടങ്ങിക്കോണം. അതുപോലെ എല്ലാ ആഴ്ചയും പച്ചക്കറികൾക്ക് വളം കൊടുക്കണം, കീടങ്ങളെ പിടിക്കാതെ നോക്കണം. അങ്ങനെ നന്നായി വളർത്തിയെടുത്ത് നല്ല പോലെ വിളവുണ്ടാക്കിയെടുക്കണം. ഏതിൻ്റെയെങ്കിലും വിത്തുകൾ കിട്ടാനുണ്ടെങ്കിൽ ഇതുപോലെയുള്ള എല്ലാ ഇനം വിത്തുകളും നമ്മളുടെ അടുത്തുണ്ട്. നിങ്ങൾക്ക് വേണ്ടത് ഏതാണ് എന്നൊന്ന് വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്താൽ മതി. വിത്തുകൾ നിങ്ങളുടെ വീട്ടിലെത്തും. എല്ലാവരും പെട്ടെന്ന് തന്നെ ഡിസംബർ മാസത്തെ കൃഷിക്കുള്ള ഒരുക്കങ്ങൾ നടത്തി തുടങ്ങിക്കോണം. പോട്ടിംഗ് മിക്സ് ഉണ്ടാക്കിക്കോണം, അതുപോലെ പാകി വെച്ചോണം, വളർന്നു വന്നവരെ മാറ്റി നട്ടോണം. അങ്ങനെ എല്ലാം ചെയ്ത് ഡിസംബർ മാസത്തിലെ കൃഷി വൻ വിജയമാക്കിക്കോണം എല്ലാവരും. ഇതേപോലെ മറ്റൊരു നല്ല വീഡിയോയുമായി നമുക്ക് അടുത്ത ദിവസം വീണ്ടും കാണാം.